നമ്മളെ സ്കിന്നിനൊക്കെ ഇത്തിരി ഗ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ ചായ കൂടി നിർത്തണം. ഇപ്പൊ ചായ എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല. കണ്ടിട്ട് വലിയ ഗ്ലോ ഒന്നും ഇല്ലല്ലോ നിന്റെ മുഖത്ത്. ആ ഗ്ലോ ഉണ്ട്. ഇനി ജീവിതത്തിൽ ഞാൻ ചായ കുടിക്കുന്ന കാണില്ല. അതെ, എന്റെ കൂട്ടുകാരൻ പറഞ്ഞ വാക്കിന് വിലയുള്ളവനാ. ഇതും കൂടെ കുട്ടി മൂന്നാമത്തെ ചായയാണ് അവൻ ഇന്ന് കുടിക്കുന്നത്. ഒരു റിലേഷനായി കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടികളെ പറ്റി മറ്റുള്ളവരടുത്ത് കുറ്റം പറയുന്നതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ സ്നേഹിച്ചുകൊണ്ട് പറയാണ്, അവളെ ചരിത്രം ഫുള്ള് എനിക്കറിയാം. ഞാൻ നോക്കിയ 20 പെൺകുട്ടികളിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ളൂ. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് 2 ദിവസം മുന്നേ എനിക്ക് കോളം വരച്ച് ക്ലാസ് എടുത്തു തന്നവനാ. എനിക്ക് കണ്ടുകൂടാത്ത കുറച്ചുമാരുണ്ടെങ്കിൽ അത് മൃഗങ്ങളെ ദ്രോഹിക്കുന്നവന്മാരാണ്. അവിടെ ഒരു കൂട്ടം പട്ടി കണ്ട സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യ. ഇതൊക്കെ കാരണം അവന്റെ ഇവനല്ലേ ഇന്നലെ റോട്ടിൽ കൂടെ സേവ് ഡോഗ്സ് എന്ന് പറഞ്ഞ് പ്ലക്കാർഡും കൊണ്ട് ഓടിയത്. നമ്മൾ മാക്സിമം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി മാറുക. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാർ വരുന്നതിൽ നമ്മൾ തെന്നി മാറുക. നമുക്ക് കുടുംബവും കോടതിയൊക്കെ ഉള്ളതാണ്. നീ എവിടെ ഉള്ള നീ ഒന്നും ചെയ്യണ്ട. നീ നോക്കി എന്തിനാ പോടാ. പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. ഇതെന്ത് ജന്മം. ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നെങ്കിൽ അത് പാലിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ വാക്ക് കൊടുക്കാതിരിക്കുക. നമ്മൾ കൊടുക്കുന്ന വാക്ക് ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുള്ളതെന്ന് അറിയോ? വണ്ടി ആളെയാ എവിടെ പോവാൻ? നീ അല്ലേ എനിക്ക് ഇന്നലെ തരാന്ന് പറഞ്ഞത്? അത് ഇന്ന് ഞാൻ തരില്ല. ഇന്ന് എന്റെ മനസ്സൊക്കെ മാറി. അയ്യോ, ഈ വായിന്നാണല്ലേ ഞാൻ ഇന്നലെ വാക്കിനെ പറ്റി കേട്ടത്. ഡ്രസ്സിങ് ശ്രദ്ധിച്ചാൽ നമുക്ക് എവിടെയും വിലയും കിട്ടും. ഡ്രസ്സിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ള. എപ്പോഴും അത് കീപ്പ് ചെയ്യണം. ഏത് ഇയർ? ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഇവൻ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. നാട്ടിലിപ്പോ തൊടരാജ് എന്നാണ് എന്റെ ആളെ അറിയപ്പെടുന്നത്.